H-1B വിസ ഫീസ് വർധനയിൽ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. മാനുഷിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തടസ്സങ്ങൾ US അധികാരികൾക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ വക്താവ് അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്നും ജിഷ്ണു രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജിഷ്ണു, ഒരു ഭാഗത്ത് ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ അത് വീണ്ടും സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കും ചർച്ചകളിലേക്കും കടക്കുന്നു എന്നറിയുന്നു. മറുഭാഗത്ത് ഇത്തരത്തിൽ ആദ്യം ഇരട്ടച്ചുങ്കം കണ്ടു. അതിന് പിന്നാലെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഫീസ് വർധന, അതും H-1B വിസയിലുള്ള ഫീസ് വർധന, അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയാണ്. ഏതാണ്ട് 70% ആളുകൾ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ് ആ വിസ ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്ക് തിരിച്ചടിയാണെന്ന്. പക്ഷേ അപ്പോഴും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു ആശാവഹമാണ്, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, അതിൽ എന്തെങ്കിലും നടപടികൾ അമേരിക്ക സ്വീകരിക്കും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഇന്ത്യ കരുതുന്നു? ഒപ്പം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അത് ഏത് രീതിയിൽ വിലയിരുത്താനാണ് ഇപ്പോഴത്തെ ശ്രമങ്ങൾ? തീർച്ചയായും പ്രജിൻ, ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. അമേരിക്ക അറിയിക്കുന്നത് നിലവിൽ വിസ ലഭിച്ച് അമേരിക്കയിൽ ജോലിയിൽ തുടരുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല, ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് നാളെയോ അല്ലെങ്കിൽ ഈ ഞായറാഴ്ചയ്ക്കോ ഉള്ളിൽ തിരിച്ച് ഓടിയെത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ല. നിങ്ങൾക്ക് ഈ വിസ തുടർന്നും ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ടാകും. പുതുതായി H-1B വിസ പ്രകാരം അമേരിക്കയിലേക്ക് എത്തുന്ന ആളുകളെയാണ് ഇത് ബാധിക്കുന്നത് എന്നാണ് ഇപ്പോൾ അമേരിക്ക ഏറ്റവും ഒടുവിൽ അറിയിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ തന്നെ ഇന്ത്യ പ്രതികരിച്ചിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്ന കാര്യമാണ്, വലിയ ആശങ്കയാണ്. കാരണം ഇന്ത്യയിലെ നിരവധി കുടുംബങ്ങളെ, നിരവധി വീടുകളെയൊക്കെ വിഷമത്തിലാക്കുന്ന സാഹചര്യത്തിലേക്ക് ഇത് സഞ്ചരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം H-1B വിസ പ്രകാരം ജോലിയിൽ പ്രവേശിച്ച, അമേരിക്കയിൽ ജോലിയിൽ പ്രവേശിച്ച ആളുകളിൽ 80% ആളുകളുടെയും വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഈ $1 ലക്ഷം താഴെയാണ് എന്നുള്ളതാണ്. അത്രയും ചെറിയ സാലറിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ തുക എന്ന് പറയുന്ന അവർക്ക് താങ്ങാൻ സാധിക്കാത്തതാണ്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട ടെക് ഭീമന്മാരായ മൈക്രോസോഫ്റ്റ്, മെറ്റ, ആമസോൺ പോലെയുള്ള കമ്പനികളിൽ ഒരുപാടധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ H-1B വിസ പ്രകാരം ആമസോണിൽ ജോലി ചെയ്യുന്നത് 12,000 ആളുകളാണ്. അതുമാത്രമല്ല, മെറ്റയിലും മൈക്രോസോഫ്റ്റിലും 5,000 പേർ വീതമാണ് H-1B വിസ കൈവശം വെച്ച് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇത് വലിയ ആശങ്കയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ളവർ പെട്ടെന്ന് തന്നെ അവധിയിലുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്നുള്ള തരത്തിലുള്ള പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. ഈ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് മാത്രമല്ല, അതിനുശേഷം അമേരിക്ക പ്രഖ്യാപിച്ച ഒന്നായിരുന്നു ഗോൾഡൻ കാർഡ് വിസ എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം. അത് $10 ലക്ഷം അതിന് ഒരു എംപ്ലോയി കൊടുക്കേണ്ടി വരുന്നു, ഒരു തൊഴിലാളി കൊടുക്കേണ്ടി വരുന്നു. $10 ലക്ഷം എന്ന് പറയുമ്പോൾ അത് വലിയ തുകയിലേക്ക് 9 കോടി രൂപയോളം വരുന്ന സാഹചര്യത്തിലേക്ക് അത് മാറുന്നു. വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ അമേരിക്ക ഇപ്പോൾ അറിയിക്കുന്നത് നിലവിൽ ജോലിയിലുള്ള ആളുകളെ സംബന്ധിച്ചത് പേടിക്കേണ്ട കാര്യമല്ല, നിങ്ങളെ സംബന്ധിച്ചത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ജോലിയിൽ തുടരാൻ സാധിക്കുമെന്നതാണ്. എന്നാൽ നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പിഴത്തീരുവ ചുമത്തിയതിന് ശേഷം ഇപ്പോൾ 25% പിഴത്തീരുവ പിൻവലിക്കുമെന്ന സൂചനയൊക്കെ അമേരിക്ക തന്നിരുന്നെങ്കിലും അതൊന്നും മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നില്ല. അതേസമയത്ത് ഇന്ത്യ തങ്ങളുടെ സുഹൃത്താണ് എന്ന് ട്രംപും അതുപോലെ അമേരിക്കയും ആവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ ഇതെങ്ങോട്ടാണ് എത്തിച്ചേരുന്നത് എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരു താൽക്കാലിക ആശ്വാസമുണ്ടെങ്കിലും ആശങ്കകൾ ബാക്കി തന്നെയാണ് പ്രജിൻ. ന്യൂസ് ഏജൻസിയായ ANA നടത്തിയ ഒരു പ്രതികരണമാണ്, ഇപ്പോൾ ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. എന്തായാലും അത് ആശ്വാസമായ കാര്യമാണ്, ആശ്വാസം നൽകുന്ന കാര്യമാണ്. ആശങ്ക വേണ്ട എന്ന് US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. വിസയുടെ വാർഷിക ഫീസ് ബാധകമാവുക പുതിയ അപേക്ഷകർക്ക് മാത്രമായിരിക്കും. നിലവിൽ ഇന്ത്യയിലുള്ളവരും ഒപ്പം തന്നെ ഇന്ത്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നിലവിൽ വിസ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇത് ബാധകമല്ല എന്നൊരു അറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. ജിഷ്ണു രവീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.